പ്രാവശ്യം ഡൽഹിക്ക് അയച്ചതാണ്. ഏറ്റില്ലേ? കഴിഞ്ഞ 5 വർഷം നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു നോമിനേറ്റഡ് എം പി എന്ന നിലയ്ക്ക് ഒരു 3 വർഷം കൂടി പിന്നെ കിട്ടിയത്. അതിൽ ചെയ്യാവുന്നതിനൊക്കെ പരിമിതികളാണ്. നമുക്ക് കോവിഡ് വന്നു, ഒരു 8 കോടി രൂപ ഫണ്ടിൽ നിന്ന് പോയിട്ട് പിന്നെ കിട്ടിയ 2 കോടി ബാക്കി എല്ലാവരും കൂടെ ചേർത്താണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഫണ്ട് മാത്രമല്ല, ഒരു എം പി എന്ന നിലയ്ക്ക് കേന്ദ്ര ഭരണം മോദി നടത്തുമ്പോൾ ആ ഭരണത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ പോയാൽ കുറച്ചുകൂടി മുന്നോട്ടുള്ള വികസനത്തിൻ്റെ ഒഴുക്കിന് കുറച്ചുകൂടി സ്മൂത്താണ്. അതാ മനസ്സിലായി. അല്ലാതെ ഇവിടുന്ന് അവിടെ പോയി സ്പീക്കറുടെ നെഞ്ചത്തോട്ട് മറ്റേ ഭരണഘടന എടുത്തെറിഞ്ഞുന്ന ആൾക്കാരെ അയച്ചിട്ട് വല്ല കാര്യമുണ്ടോ? തീരുമാനിച്ചു. നിയമങ്ങൾ വരുന്നതെല്ലാം മണ്ണിൻ്റെയും മണ്ണിൻ്റെ മക്കളുടെയും ഗുണത്തിന് വേണ്ടി മാത്രം. അത് മോദി എന്ന് പറയുന്ന ലോകം അംഗീകരിക്കുന്ന നേതാവ് കൃത്യമായിട്ട് അറിയിച്ചു. അതിനകത്ത് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് നിങ്ങളെ തെറ്റിക്കാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ. അതെല്ലാം വെറും അസത്യം മാത്രം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞു. ഇപ്പോഴത്തെ പൗരത്വ നിയമം, ഇനി വരാൻ പോകുന്ന കുറച്ച് നിയമങ്ങളുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു. ഈ കള്ളന്മാർ പറയുന്നത് വിശ്വസിക്കരുത്. അവർക്ക് 5 വർഷം എങ്ങനെ അഴിമതി നടത്തി തുരന്നെടുക്കാം, ഭരണം പിടിക്കാം എന്നുള്ള ഒറ്റ നോട്ടേ ഉള്ളൂ. പിണ്ടി സഖ്യത്തിന് കേട്ടോ, പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ വിജയിപ്പിക്കുക. അതിൻ്റെ ഗുണം തൃശ്ശൂരിനുണ്ടാവും, കേരളത്തിനുമുണ്ട്. ഇവിടെ നിന്നോ ഫ്രണ്ടിലുള്ളവരെല്ലാം അങ്ങനെ